ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ പോലെ ചീത്തവിളി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അതിൻ്റെ എന്താണ് റീസൺ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം ഈ ഇൻഫർമേഷൻ കിട്ടിയാൽ പോരല്ലോ, കുറേ ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ പ്രൊജക്റ്റുകളൊക്കെ മൈൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക, അങ്ങനെ ഒരു ചാനലിനെ പറ്റി അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്, നിങ്ങളുടെ ഡൗട്ടുകളാണ്, എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഏതാണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മില്യൺ യൂസേഴ്സ് ഉള്ള ഇല്ലെങ്കിൽ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഒരുപാട് ആൾക്കാർ വളരെയധികം പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പോസിറ്റീവും അതേപോലെ തന്നെ അതിന് കുറച്ച് നെഗറ്റീവും എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതിലേക്ക് പോകാം, നമ്മുടെ ഈ സീഡിൻ്റെ അനൗൺസ്മെൻറ്റ് പേജ് തൊട്ട് സീഡിനുള്ളിൽ കയറിയിട്ട് എന്താണ് നിങ്ങൾ വിഡ്രോയിൽ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഇന്ന് പറയും. അപ്പോൾ നമ്മുടെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് പേജിൽ വന്നിട്ട് ഫസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾ എടുത്തോ. ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആ ടോക്കൺ എവിടെയാണ് ഇല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ SUI ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണ് നമ്മുടെ ഈ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആൾറെഡി കിട്ടിയ ഈ SUI പ്രൊജക്റ്റിൻ്റെ വേറെ ഏതൊക്കെ പ്രൊജക്റ്റാണ്, ഒന്ന് ബേഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ മീമിഫൈവ് ഉണ്ട്. അപ്പോൾ മീമിഫൈയും ഈ ഒരു സീഡൊക്കെ ആയിട്ട് നമുക്ക് മോസ്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാം. അവൻ്റെ ടോക്ക് എക്കണോമിക്സോ അല്ലെങ്കിൽ ടോക്ക് എക്കണോമിക്സ് ഒക്കെ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചെറിയൊരു സാമ്യമൊക്കെ തോന്നുന്നുണ്ട്. അത്രത്തോളം മില്യൺ യൂസേഴ്സാണ് നമ്മുടെ ഈ സീഡ്സിലുള്ളത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ തീരുമാനിച്ചിട്ട് എടുക്കുക. ഇനി അടുത്ത എന്താണ് അപ്ഡേറ്റ്, മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂകോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച്, മേജർ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഈ ക്യൂകോയിൻ എന്ന് പറയുന്നത്. വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. അതേപോലെ തന്നെ ചവറ് പോലെ പ്രൊജക്റ്റുകൾ എടുക്കാറില്ല. അങ്ങനെയുള്ളൊരു എക്സ്ചേഞ്ച് നമ്മുടെ ഈ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പോസിറ്റീവായിട്ട് ഇത് മാറട്ടെ. അപ്പോൾ നമുക്ക് അടുത്തത് അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോക്കൺ സപ്ലൈ ആണ്. ഈ ടോട്ടൽ ടോക്കൺ സപ്ലൈ നമ്മൾ എപ്പോൾ കണ്ടു, അതിൻ്റെ ഈ ടോക്ക് എക്കണോമിക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചാർട്ടൊക്കെ വെച്ചിട്ട് ഇത്രത്തോളം സപ്ലൈ ആണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ടോക്കൺസ് ആണ് നമുക്ക് കിട്ടുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ടോട്ടലായിട്ടുള്ള ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ടോക്കൺ സപ്ലൈ ആണ്. അപ്പോൾ ഈ 1 ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെഗറ്റീവായിട്ട് എടുക്കാനാണ് എനിക്ക് തോന്നിയത്. വളരെയധികം കുറഞ്ഞ ടോക്കൺ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കോയിന് വാല്യൂ വരുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും 1 ബില്യൺ എന്ന് പറയുന്നത് ഒരു ഈക്വൽ ന്യൂട്രലായിട്ട് എടുക്കാം. എന്താണെന്ന് പറഞ്ഞാൽ എത്രത്തോളം യൂസേഴ്സും ഉണ്ട്, പക്ഷേ അത്രത്തോളം പൊട്ടൻഷ്യൽ അവർ കൊടുത്താലാണ് നമുക്കിതിന് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് നിങ്ങൾക്ക് എതിരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്നിട്ട് പറയാം. അപ്പോൾ ബാക്കിയുള്ള ഒരു കാര്യം അവരിവിടെ പറഞ്ഞിട്ടുള്ളത് കുറേ NFT കാര്യങ്ങളാണ്, ടോൺ കൊടുക്കാനാണ്. ടോൺ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്രത്തോളം സീഡിൻ്റെ അക്കൗണ്ട് നിങ്ങളുടെ വർത്താണോ അതേപോലെ തന്നെ നമുക്ക് അവിടെ ടോൺ അക്കൗണ്ടിലും നമുക്ക് വർത്തായിട്ടുള്ള ഒരു സീഡ് പോയിൻറ്റ്സ് ഒക്കെ കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അതിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അത് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഹാപ്പി ന്യൂ ഇയർ സീരീസൺ എന്ന് പറഞ്ഞിട്ട് അവരിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അവരിവിടെ എവരി സീഡ് യു ഹോൾഡ് ഈസ് ഗേറ്റ് വേ ടു ഗ്രോത്ത് റിവാർഡ് ആൻഡ് പവർ 2025 ഈസ് കാളിംഗ്. ഇത് ഈ ഒരു തൊട്ട് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ ഈ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള പോസ്റ്റാണ്. കഴിഞ്ഞ വർഷം പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. ടു കിക്ക് ഓഫ് യുവർ ഇയർ വിത്ത് എക്സൈറ്റ്മെൻറ്റ് വി ആർ ഗിവിങ് എക്സ്ക്ലൂസീവ് പ്രിവ്യൂ ടു വാട്ട് സീ ടോക്കൺ ക്യാൻ ഡു. എന്താണ് ഈ സീ ടോക്കൺ വെച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയെന്നാണ്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ല, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാം. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ മിൻറ്റ് അപ്ഗ്രേഡ് ട്രീ NFT, ഇത് പൈസ ഇടേണ്ട കാര്യങ്ങളാണ്. മിൻറ്റ് ബ്രീഡ് സീഡ്മോൺ NFTs, ഫാം ആൻഡ് സ്റ്റേക്ക് എസ്ലവ് SU എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവർണൻസ് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സീഡിൻ്റെ അവൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സീഡ് അവർ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇന്ന് വർത്ത് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ഷോർട്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അവർ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ NFTയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മിൻറ്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഇല്ലെങ്കിൽ ഒരു പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അപ്പം നേരെ നമുക്ക് ബാക്കിലേക്ക് വരികയാണ്. അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും
ഈ SEOൻ്റെ ഒരു കാര്യം മുമ്പ് തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ആവാത്തതെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 3 പ്രാവശ്യം അവരെന്ത് ചെയ്തു, ഇത് ലിസ്റ്റ് ആവാൻ പോവുകയാണ്. നവംബർ തൊട്ട് നവംബർ TGE എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഡിസംബർ TGE എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ജാനുവരി TGE എന്ന് പറഞ്ഞിട്ടാണ് അവർ നിർത്തിയത്. അപ്പോൾ ഇതുവരെ ഒരു സ്റ്റെപ്പുകളും ഈ നവംബർ പറയുമ്പോഴും ഡിസംബർ പറയുമ്പോഴും ഒരു സ്റ്റെപ്പുകളും അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നൗ നമുക്ക് എന്താണ് ഇത്തിരി സമാധാനിക്കാൻ വേണ്ടിയിട്ട് ക്യൂകോയിൻ എന്നുള്ള എക്സ്ചേഞ്ചിലും അവർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആൾറെഡി ഈ OKX എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിലും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് മാത്രം അവർ എടുത്ത കാരണം നമ്മൾ മനസ്സിലാക്കുക, എന്തായാലും ജാനുവരിയിലായിരിക്കും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. മേ ബി ഫെബ്രുവരി ആവാം. അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ എല്ലാ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ജാനുവരിയിലാണ് TGE പ്രോസസ്സ് ടോക്കൺ ജനറേഷൻ ഇവൻ്റ് എന്ന് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ലിസ്റ്റിംഗ് വൈകിയത് എന്നുള്ളൊരു കാര്യം അവർ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ യു മൈറ്റ് ഹാവ് സീൻ നൗ അബൌട്ട് ദ ഫൈനൽ ഡേ ഓഫ് മൈനിങ് NS. അപ്പോൾ നമുക്ക് ഈ ഫൈനൽ ഡേൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് സീഡ് ലിസ്റ്റ് ആവാത്തതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവർ സത്യം, ബട്ട് ഹിയർ ഈസ് ദ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ലിസ്റ്റിംഗ് ഈസ് ജസ്റ്റ് നോട്ട് എ മൈൽ സ്റ്റോൺ, ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് ആൻഡ് വി റിഫ്യൂസ് ടു റഷ്. അപ്പോൾ അവരെന്താണ് സാധാരണ എല്ലാ പ്രൊജക്റ്റുകളും പറയുന്ന പോലെ ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റഷ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് 3 മാസം മുമ്പൊന്നും അങ്ങനെ നമ്മളെ റഷ് ചെയ്യേണ്ടായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എക്സാക്ട് ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവർ ഇതുവരെ അത് പുറത്ത് വിട്ടിട്ടില്ല. എക്സാക്ട് ലിസ്റ്റിംഗ് ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജാനുവരി 15 എന്താണെന്ന് കുറേ പേർക്ക് ഇപ്പോൾ ഒരു മണ്ടിലൂടെ ഡൗട്ട് ഉണ്ടാവും. ആ ജാനുവരി 15 എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്ഡേറ്റിലും പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിൻഡ് തരാം, ഇല്ലെങ്കിൽ ഹിൻഡല്ല, അവർ പറഞ്ഞ അനൗൺസ്മെൻറ്റ് തരാം. ജാനുവരി 15 ആകുമ്പോൾ നമുക്ക് ഈ ഫാമിംഗ് എന്നുള്ള ഈ പോയിൻറ്റ്സ് അത് അവിടെ നിൽക്കും. അതുമാത്രമാണ് ഈ ജാനുവരി 15 നിൽക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ടാസ്കുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. പൈസ ഇടേണ്ട ടാസ്കുകളായിരിക്കും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിടക്കുക. അപ്പോൾ എന്തായാലും ഫാമിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് നിൽക്കാൻ പോകുന്നത് ജാനുവരി 15 അപ്പോൾ എപ്പോഴാണ് എക്സാക്ട് ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ടോപ്പ് ടയർ എക്സ്ചേഞ്ചിലാണ് അവരെന്ത് ചെയ്യുന്നത് തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ടോപ്പ് ടയർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂകോയിനും അതേപോലെ തന്നെ OKX ആണ് അവരെന്ത് ചെയ്യുന്നിട്ടുള്ളൂ ചൂസ് ചെയ്തിട്ടുള്ളത്. മേ ബി കൂടുതലായിട്ടുള്ളത് വരാതിരിക്കാം. പക്ഷേ OKXും ക്യൂകോയിനും നല്ലൊരു എക്സ്ചേഞ്ച് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അടുത്ത് പറഞ്ഞിട്ട് നോ ലോക്കപ്പ് നോ വെസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ലോക്കപ്പ് ചെയ്യുന്നില്ല, ഒന്നും വെസ്റ്റിങ്ങും ചെയ്യുന്നില്ല, ഹോൾഡ് സ്റ്റേക്ക് ചെയ്യുന്നില്ല, ഞങ്ങളെല്ലാം തരികയാണ്, ടോക്കൺ സപ്ലൈ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു എന്താണ് നെഗറ്റീവായിട്ടാണ് എനിക്ക് എടുക്കാൻ തോന്നിയത്. എന്താന്ന് പറഞ്ഞാൽ കുറച്ചത്തോളം നമുക്കാണോ ഇപ്പോൾ ഈ നോ ലോക്കപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമുക്ക് ടോട്ടലായിട്ടുള്ള ടോക്കൺ സപ്ലൈ നമുക്ക് എടുക്കാം. പക്ഷേ ഇതിൽ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 1 ബില്യൺ സപ്ലൈ എന്ന് 72% ടോക്കൺസും ആർക്കാണുള്ളത്, കമ്മ്യൂണിറ്റിക്കാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത്രത്തോളം ടോക്കൺസ് ഒരുപാട് സാധനം കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയല്ലേ ചെയ്യുക. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് തരികയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ അത്രത്തോളം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വൈ സോ മെനി അപ്ഡേറ്റ്സ് അറൗണ്ട് ദ പ്രോഡക്റ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ലിസ്റ്റിംഗ്. അപ്പോൾ അവർ തന്നെ വെറുപ്പിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ലിസ്റ്റിങ്ങിൻ്റെ പരമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വേറെ കുറേ അപ്ഡേറ്റുകളൊക്കെ തരുന്നത്? എവരി അപ്ഡേറ്റ് ആൻഡ് എവരി മൂവ് വി മെയ്ഡ് ടു ബിൽഡിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് സംതിങ് ബിഗ്ഗർ ഇൻ ദ കമ്മിങ് ഡേയ്സ് വി വിൽ റിവീൽ ദ മേജർ പാർട്ട്ണർഷിപ്പ് വി ഹാവ് ബീൻ വർക്കിംഗ് ഫോർ എ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്ഡേറ്റുകൾ തരുന്നത് ചോദിച്ചാൽ ഞങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊജക്റ്റ് നല്ല രീതിയിൽ തന്നെ ഒരു വർത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് ഇല്ലെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഫ്യൂച്ചർ മന്ത്സിലൊക്കെ അവരെന്ത് ചെയ്യും, ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ SEO നെറ്റ്വർക്കിൽ വന്നു, അത്ര മാത്രമാണ് അവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ വി ആർ ഹിയർ ടു ഓൺ സ്റ്റേജ് ടു ടൈം കംസ് ആൻഡ് വി ആർ ഡൂയിങ് വിത്ത് യു ആൻഡ് എവരി അപ്ഡേറ്റ് യു ട്രസ്റ്റ്. അപ്പോൾ പിന്നെയൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ട്രസ്റ്റും നമ്മുടെ കമ്മ്യൂണിറ്റിനെ ഇത്തിരി എങ്ങനെയൊക്കെ അത്തിരി നല്ല കൺവീനിയൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെയൊക്കെ നമ്മളെ കുറച്ച് കൺവീൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാളുടെ ഡൗട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രോ സീഡ് ഈസ് ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോയിൽ കുറേ അടി കിട്ടിയവർ ആ സമയത്തൊക്കെ ആയിരുന്നല്ലോ ടൊമാറ്റോൻ്റെ ഒരു കാലം എന്ന് പറയാം. അപ്പോൾ അന്നൊക്കെ അവൻ്റെ കാലമായിരുന്നു. അപ്പോൾ ഇറ്റ് സീം ലൈക്ക് ദ പ്രൈസ് വിൽ ബി ലൈക്ക് ടൊമാറ്റോ വിഷ് ആർ നോട്ട് എക്സ്പെക്റ്റഡ് എന്നുള്ളൊരു കാര്യം കണ്ടിട്ട് ഒരാൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പെട്ടെന്ന് ഈ ലിസ്റ്റിംഗ് വൈകിയപ്പോൾ കുറേ ആൾക്കാരുടെ നെഗറ്റീവ് കമൻറ്റാണ് താഴെ കാണുന്നത്. അതൊന്നും നമുക്ക് എന്താണ് വായിക്കേണ്ട, വായിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും ഫുൾ വീഡിയോ നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീണ്ടും ഈ സീഡിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം.
അപ്പോൾ ഇതിൽ വന്നപ്പോൾ അവർ പറഞ്ഞ ഞാൻ കാര്യം ജാനുവരി 15-ാം തീയതി നിങ്ങളുടെ കലണ്ടർ മാർക്ക് ചെയ്ത് വെച്ചോ. ജാനുവരി 15-ാം തീയതി ഫാമിംഗ് എൻഡാവും. നോ മോർ സീഡ് മൈനിങ്, നോ മോർ ഹണ്ടിങ്, നോ മോർ ഗെയിം പ്ലേ, ഓൺലി ടാസ്ക് റിമെയിൻ. ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് ഈ ഫാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ കിളിന് വിട്ട് പുഴു കൊടുത്തിട്ട് സീഡ് പോയിന്റ്സ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് നമ്മുടെ ഈ മൾട്ടിപ്ലൈ ബെറ്റ് വെച്ചിട്ട് സീഡ് പോയിന്റ്സ് ഉണ്ടാക്കാനും നമുക്ക് പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തായാലും ആ ആപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ കാര്യം എന്തൊരു കാര്യം കൂടി ഉണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ ടോട്ടലായിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് 70% ആണ് നമുക്ക് അവർ തരാൻ പോകുന്നത്. 1 ബില്യണിൽ നിന്ന് 70% ടോക്കൺ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സപ്ലൈ ആയിട്ട് തരുന്നുണ്ട്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്ത നമ്മുടെ ടോക്കൺ അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമ്മുടെ പേജ് കാണിച്ചു തരാം. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ PDF ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടോക്കൺ അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്യുമെൻ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആൾറെഡി കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ അവിടെ ടോക്കൺ പ്രെഡിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടലായിട്ടുള്ള സപ്ലൈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇത്രത്തോളം മില്യൺ സീറ്റ്സ് എന്നൊക്കെയായിരുന്നു നമ്മൾ അന്ന് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മാറ്റം എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ 1 ബില്യണിൽ 72% ആണ് നമുക്ക് എന്ത് തരാൻ പോകുന്നത്. അവർ പറഞ്ഞത് ആ 72%ലും നമുക്ക് കുറച്ച് അവർ പിടിച്ചിട്ടൊക്കെയാണ് ഈ 62% ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ചെറിയ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടാവും. ആ മാറിയ ഒരു രീതിയിൽ നമ്മുടെ ടോക്കൺ സപ്ലൈ വീണ്ടും മാറിയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്താ വിചാരിച്ചത്, ഡിസംബറിൽ തന്നെ ലിസ്റ്റ് ആവും, അതുകൊണ്ടാണ് നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പം ജാനുവരിയൊക്കെ ആയപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള സീഡ്സ് പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് ഈ ക്രിസ്മസ് ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് അക്കൗണ്ട് മാറ്റിയെന്നില്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റാണ് അക്കൗണ്ട് കിട്ടുക എന്ന് നോക്കി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടോക്കൺ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടലായിട്ടുള്ള എലിജിബിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 18 മില്യൺ ആണ്. അപ്പോൾ എല്ലാവരും എലിജിബിൾ ആണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ആവില്ല. കുറേ ആൾക്കാർ ഇനാക്റ്റീവ് ആയിട്ടുണ്ടാവും, ബോട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറേ ഉള്ളത് കാരണം നമുക്ക് ടോട്ടലായിട്ടുള്ള എലിജിബിൾ യൂസേഴ്സ് ഒന്നും എടുക്കുന്നില്ല. ടോട്ടലായിട്ട് നമുക്കിവിടെ ഒരു എലിജിബിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 14 മില്യൺ യൂസേഴ്സ് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്തിട്ട് അന്നത്തെ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും എന്ന് പറഞ്ഞാൽ മൊത്തം 4000 സംതിങ് ടോക്കൺസ് ആണ് എനിക്ക് എന്താവുക, എനിക്ക് ടോക്കൺ അലോക്കേഷൻ ആയിട്ട് എനിക്കിവിടെ കിട്ടുക 4622 ടോക്കൺ ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ ആ പഴയ വീഡിയോ കണ്ടാൽ മതി. ആ പഴയ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. കൂടുതൽ കുറേ കമൻറ്റ് വരുമ്പോൾ നമുക്ക് ഒന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് കാരണമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യാണ്, ഈ സീഡിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇതുവരെ പറഞ്ഞു, സീഡ് SUI നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അതേപോലെ തന്നെ ക്യൂകോയിൻ, അതേപോലെ തന്നെ OKX എന്ന് പറഞ്ഞിട്ടുള്ള 2 മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചിലാണ് ഇത് ലിസ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ലൈവ് ട്രേഡ് നടത്താൻ പോകുന്നത്. അതേപോലെ തന്നെ ഫാമിംഗ് ജാനുവരി 15-ാം തീയതി എൻഡ് ആവും. അപ്പോൾ ഈ ഫാമിംഗ് ജാനുവരി 15-ാം തീയതി എൻഡ് ആവുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ട ഒരു കാര്യം കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞുതരാം. ഈ ജാനുവരി 15-ാം തീയതി ഇത് എൻഡ് ആവും പറയുമ്പോൾ നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ അത് മസ്റ്റായിട്ട് എന്താണ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. ഈ ഫുള്ള് ഡീറ്റെയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ഇതിന് ആൻസർ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ കയ്യിൽ കുറേ സീഡ്സ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ കുറേ വേംസ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മസ്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ജാനുവരി 15-ാം തീയതിന് മുമ്പ് അതൊക്കെ സെല്ല് ചെയ്തിട്ട് അതൊക്കെ സീഡ് പോയിൻറ്റ്സ് ആക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എയർ ഡ്രോപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് സീഡ് ഇൻകം ആണ്, അതേപോലെ തന്നെ ഫ്രണ്ട്സ് റെഫറലാണ്, ഒന്ന് അച്ചീവ്മെൻ്റ് ആണ്, സീഡ് സ്റ്റാർ ട്രാൻസാക്ഷൻ എത്രത്തോളം ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്തു ആ ഒരു കാര്യമാണ്, അതേപോലെ തന്നെ സീഡ് സബ്സ്ക്രിപ്ഷൻ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പേരിൽ നമ്മൾ സീഡ് ഒരു ചെടീൻ്റെ സിമ്പലും ആഡ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ മെയിനായിട്ട് ഫസ്റ്റ് വന്ന് കിടക്കുന്നത് എന്താണ്, സീഡ് ഇൻകം ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ഇതിൽ വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ എത്രത്തോളം ബേഡ്സ് വെച്ചു, ഇത്രത്തോളം പുഴു വെച്ചു, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് വല്ല വർത്ത് ഉണ്ടോ, ഒരിക്കലും വർത്തില്ല. അപ്പോൾ നിങ്ങൾ ജനുവരി 15-ാം തീയതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബേഡ്സും സീഡ്സും എല്ലാ ബേഡ്സും എഗ്സും വേംസും എല്ലാ കാര്യങ്ങളും സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കൂടുകയുള്ളൂ. അല്ലാതെ വേറെ ഈ ഒരു സീഡ്സും പുഴുവൊക്കെ വെച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല. ഈ NFT മേടിച്ചവർക്കൊക്കെ ഉപകാരമാണ്, പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇത്
അത് കഴിച്ച് മൊത്തം സീഡ് പോയിൻറ്റ്സ് ആക്കി വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സെല്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സെല്ല് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ പുഴു എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏൺ സെഷനിൽ കുറച്ച് ടാസ്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ടാസ്കുകൾ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് വല്ല ഒരു പ്രോഫിറ്റ് അവർ ഉണ്ടാവുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ടാസ്കുകളൊക്കെ ഇവിടെ വിത്തിൻ ഒരു 5 ഡേയ്സോ 4 ഡേയ്സ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനുവരി 15-ാം തീയതിൻ്റെ മുമ്പ് ഈ ഉള്ള ടാസ്കുകൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഈ അക്കാദമിയിൽ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട്, അതിൽ കുറച്ചില്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒരാൾ കമൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു വെരിഫിക്കേഷനൊക്കെ കോഡ് കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യുക, എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിക്കാൻ ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സീഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പുഴുവ് എങ്ങനെയാണ് പോയിൻറ്റ്സ് വിറ്റ് നമുക്ക് പോയിൻറ്റ്സ് ആക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഒരു ബാഗിൻ്റെ സിമ്പിൾ ഉണ്ട്. ഈ ബാഗിൻ്റെ സിമ്പിളിലാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബാഗ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇവിടെ സെൽ ഓപ്ഷൻ ഉണ്ട്. ഈ സെൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ബേഡ്സ് എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എവിടെ കൊണ്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിൽക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ 1-2 ഉണ്ടെങ്കിൽ നമുക്ക് ബേർഡിനെ ഹണ്ട് ചെയ്യാൻ പറ്റില്ല. ജനുവരി 15-ാം തീയതി ഇനിയിപ്പോൾ നാളെ മറ്റന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സെല് ചെയ്യാൻ നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ 3 ബേർഡ് ഉണ്ട്, ഞാൻ ഇതിലാകെ ഒരു ബേർഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ലീഡറിനെ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഹണ്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ബേർഡ്സൊക്കെ അവിടെ വെറുതെ കിടക്കുകയാണ്, ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യുക, കൊന്നു കളയുക, അതിനെയൊക്കെ വിറ്റ് കളയുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് NFT യൂട്ടിലൈസ് ഇതിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. കണക്ട് യുവർ OKX വാലറ്റ് ബിഫോർ മിൻറ്റിങ് ദ NFT എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ടോണൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇവിടെ പിന്നെ എയർ ഡ്രോപ്പ് സെഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ വിഡ്രോവലിൽ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. ഇവിടെ വാലറ്റ് ഇൻ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവർ അവൈലബിൾ ആക്കിയിട്ട് ഇടും. അപ്പോൾ ഓൺ ചെയിൻ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ക്യൂകോയിനോ അതേപോലെ തന്നെ OKX ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഓഫ് ചെയിൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തായാലും അതിലൊരു സമയമൊക്കെ തരും. മേ ബി ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യുക. ഇനി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ലൂട്ട്സിൽ നിങ്ങൾ ഒരിക്കലും കയറാതിരിക്കരുത്. നിങ്ങൾ കയറാതിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം, നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, വേറെ ആർക്കും നഷ്ടമില്ല. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ലൂട്ട്സിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോയിലും പറയുന്നുണ്ട്. എല്ലാവരും ഈ ലൂട്ട്സിൽ കയറുക. ഇപ്പോൾ വെറും ഞാൻ എത്രത്തോളം ലൂട്ട്സ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ്, പക്ഷേ ഇപ്പോൾ വെറും 5 ലൂട്ട്സ് മാത്രമാണ് അതിൽ ബാലൻസ് ഉള്ളത്. അതിൽ 171 രൂപയും 100ഉം 125ഉം 100ഉം സ്റ്റോക്സിൻ്റെ 100ഉം എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ UPI കൊടുക്കുക. UPI കൊടുത്തിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോവും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് KYC കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 171 രൂപ കയറും. നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കുറേ ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഞാൻ ഒരിക്കലും കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുക, അത് കയറുക. നിങ്ങൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇത് വേറെ ഒരാൾക്ക് അയച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് 171 രൂപ ഉണ്ടാക്കി കൊടുക്കുക. 171 രൂപ മാത്രമല്ല, 500 രൂപൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതാണ്. 100 രൂപൻ്റെ ഉണ്ട്, 125 രൂപൻ്റെ, 100 രൂപയുണ്ട്. അപ്പോൾ ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കയറണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും 100% ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.